ഞാനിപ്പോൾ ഒരു വീഡിയോ കാണാനിടയായി. നമ്മുടെ പഴയ കണ്ടസ്റ്റന്റ് ഫിറോസിന്റെ കിടിലൻ ഫിറോസ് സീസൺ 2 കണ്ടസ്റ്റന്റ് ആയിരുന്നു. നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. മിലസ്റ്റോൺ മേക്കേഴ്സ് എന്നൊരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിട്ട് ഞെട്ടിപ്പോയി. വേറൊന്നുമല്ല, നമ്മൾ ഈ വെളിയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പ്രോഗ്രാം എല്ലാം പ്രീ പ്ലാനഡ് ആണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമ്മൾ റിയാലിറ്റി ഷോ എന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. എല്ലാം പ്രീ പ്ലാനിങ് ആയിട്ട് അവിടെ തന്നെ പ്ലാൻ ചെയ്ത് അവർ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി ചെയ്യുന്നതാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മുടെ ലാലേട്ടനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും അവിടെ ചോദിക്കുന്നുണ്ട്, ഇത് സ്ക്രിപ്റ്റഡ് ആണോ? ബിഗ് ബോസ് തന്നെ അവിടെ ഒരു ഉണ്ടാക്കി ഒരു ഒരു ദിവസം മോർണിംഗ് ടാസ്കിൽ ഒരു ടാസ്ക് ആയിട്ട് തന്നെ കൊടുത്തു, ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പറയിക്കുന്നു. എല്ലാവരെയും കൊണ്ട് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് പറയിപ്പിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് സ്ക്രിപ്റ്റഡ് അല്ല, ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ ഈ ഇന്റർവ്യൂ കണ്ടപ്പോഴേ സത്യം പറയാമല്ലോ, വലിയൊരു ഞെട്ടൽ തന്നെ ഉളവാക്കിയെന്ന് പറയാം. പ്രേക്ഷകരായ നിങ്ങളും കൂടെ ഇതൊന്ന് കേട്ട് നോക്കിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പ്രേക്ഷകരെ മൊത്തവും വിഡ്ഢികളാക്കി പ്രീ പ്ലാനോട് പോകുന്ന ഒരു പ്രോഗ്രാമാണ് എന്നാണ് അവിടെ കിടിലൻ ഫിറോസ് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കാണാം. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഇതൊരു പ്രീ പ്ലാൻഡ് ഷോയാണ്. ഇത് ഭയങ്കര ജെനുവിനിറ്റിയോ നിങ്ങളുടെ പ്രേക്ഷക വിധിയിലോ ഒന്നും പോകുന്നൊരു ഷോ അല്ല. പറയുന്നത് ഇതൊരു ജെനുവിനായ ഷോ അല്ല, ഇതൊരു പ്രീ പ്ലാനോട് കൂടി പോകുന്ന ഒരു ഷോ ആണ്. പ്രേക്ഷക വിധിയിലോ ജെനുവിനിറ്റിയിലോ ഒന്നും പോകുന്ന ഷോ അല്ല ഇത് എന്നാണ് ഫിറോസ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഈ ആൾക്കാര് പ്രേക്ഷകരൊക്കെ ഇരുന്ന് വോട്ടൊക്കെ കൊടുക്കുക, ഞങ്ങളുടെ താരം അതാണ്, ഞങ്ങൾക്ക് ഇന്നയാളെ ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നു. എല്ലാ ആഴ്ചയിലും വോട്ടൊക്കെ ചെയ്യിച്ച് നമ്മളൊക്കെ കുത്തിയിരുന്ന് ഹോട്ട്സ്റ്റാറിലും അവിടെ എല്ലാം കിടന്ന് വോട്ട് ചെയ്യുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ആരോപണം അത് നമ്മളെല്ലാം ഞെട്ടിക്കും. സത്യം പറഞ്ഞു, ഇങ്ങനെ വോട്ട് ചെയ്യുന്നവർ എത്രയോ പേര് ഉറക്കോളത്തിരുന്ന് വോട്ട് ചെയ്യുന്നവരുണ്ട്. ഒരു ഫാൻ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ഫാൻ ബേസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ അവരുടെ ആൾക്കാർ ഓടി നടന്നാണ് വോട്ട് പിടിക്കുന്നത്. വോട്ടിലൊന്നും കാര്യമില്ല എന്നാണ് ഇപ്പൊ ഫിറോസ് പറയുന്നത്. ബാക്കിയൂടെ കേൾക്കാം. പ്ലാനുണ്ട്, ആ പ്ലാനിനകത്ത് ആരൊക്കെ ജയിക്കും, ഏതൊക്കെ എങ്ങനെ നായകൻ വില്ലൻ എന്നൊക്കെ ഉള്ള ഒരു കൃത്യമായ ധാരണ അവർക്കുണ്ട്. പറയുന്നത് ഇവർക്കൊരു ടീം തന്നെയുണ്ട്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതിന്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ഒരു ടീം തന്നെയുണ്ട്. അവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ആര് നായകനാവണം, ആര് വില്ലനാകണം, ആര് എന്താകണം എന്ന്. ശരിയാണ്, അവർ ആ ലൈവ് കണ്ടിട്ട് അവർ എപ്പിസോഡിലേക്ക് വിടുന്ന കണ്ടന്റ് കണ്ടിട്ടാണ് ആൾക്കാർ ഇന്ന ആള് ഹീറോയാണ്, അല്ലെ ഇന്ന ആള് വില്ലനാണ്, ഇന്ന ആള് നെഗറ്റീവാണ് പോസിറ്റീവ് ആണെന്നെല്ലാം എല്ലാം മനസ്സിലാക്കുന്നത്. പക്ഷെ അതും ഒരു പ്രീ പ്ലാൻ ആണ് എന്നാണ് ഫിറോസ് പറഞ്ഞു വെക്കുന്നത്. എന്തായാലേ, നമ്മളൊക്കെ വോട്ട് ചെയ്ത് ഇവിടെ തകർക്കുകയാണ് ഓരോരുത്തർ. നിങ്ങൾ ചെയ്യുന്ന വോട്ട് വെച്ച് അവർ ഇവരുടെ പ്രേക്ഷക പ്രീതി മനസ്സിലാക്കും. സോഷ്യൽ മീഡിയയിലാണ് ഇതിന്റെ പ്രധാന ഐറ്റം. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും തോറും അയാളെ അവരവിടെ നിലനിർത്തി. സോഷ്യൽ മീഡിയയിൽ അവർ ശ്രദ്ധിക്കാറുണ്ട് എപ്പോഴും. ആ സോഷ്യൽ മീഡിയയിൽ ആർക്കാണോ ഫെയിം കൂടി വരുന്നത് അവരെ അവിടെ നിർത്തിക്കൊണ്ടേ പോകും. അല്ലാത്തവരെ പതുക്കെ പുറത്താക്കിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്നതെന്ന് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിങ്ങിന്റെ രീതിയിലല്ല അവിടെ എവിക്ഷൻ നടക്കുന്നത് എന്ന് പറയാതെ പറഞ്ഞു വെക്കുവാണ് ഫിറോസ്. അപ്പം ഈ വോട്ട് പലരും ഈ സീസണിൽ തന്നെ പലരും പുറത്തായപ്പോഴും പറയുന്നുണ്ടായിരുന്നു, അത് വോട്ടിങ്ങിന്റെ പാറ്റേൺ അല്ല, അത് എവിക്ഷൻ ശരിയായില്ല, എവിക്ഷൻ ഫെയർ അല്ല എന്നൊക്കെ ഒരുപാട് പേര് കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഫിറോസ് ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. 75ാമത്തെ ദിവസം പോപ്പുലർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെ എല്ലാ സീസണിലും പറഞ്ഞു വിടും. 75ാമത്തെ ദിവസമാകുമ്പോൾ പോപ്പുലറായ ഒരു കണ്ടസ്റ്റന്റിനെ എല്ലാ സീസണിലും പറഞ്ഞു വിടും. അത് നമ്മൾ 1 മുതൽ 5 വരെയുള്ള സീസൺ നോക്കിയാലും നമുക്കറിയാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ 6th തോന്നുന്നു. അങ്ങനെ ഇപ്പൊ അപ്സര ഔട്ടായി, അൻസിബ ഔട്ടായി. ശരിയാണ്, ഇതൊരു പാറ്റേൺ ആണ്. അതുകൊണ്ട് ഇതൊരു സീരിയലാണ്, പക്ഷെ റിയാലിറ്റി ഷോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിളമ്പുന്നേ ഉള്ളൂ. ഇതൊരു സീരിയലാണ്, പിന്നെ ഇതൊരു റിയാലിറ്റി ഷോ ആണെന്ന് പറഞ്ഞാണ് നിങ്ങളുടെ മുമ്പിൽ ഇത് വിളമ്പുന്നത് എന്നാണ് ഫിറോസ് ചുരുക്കം പറഞ്ഞാൽ പറഞ്ഞു വെക്കുന്നത്. സത്യം പറഞ്ഞാൽ കുത്തിയിരുന്ന് ലൈവും കണ്ട് വോട്ടും കൊടുത്ത് ഇന്ന ആള് ജയിക്കണമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ട് വരുന്ന ഓരോ കണ്ടസ്റ്റൻസിന്റെ ഈ ക്ലിപ്പിംഗ്സും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരവിടെ പെർഫോം ചെയ്യുന്ന കണ്ട് ഇന്ന ആള് ജയിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടനടിയാണ്. പക്ഷെ അവിടെ നല്ല പ്രീ പ്ലാനിങ്ങിൽ സംഭവങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ആര് വിന്നാവണം, ആര് വിന്നാകണ്ട, ആര് വില്ലനാവണം, ആര് നായകനാവണം, ആര് നായികയാവണ്ട എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ എവിക്ഷന്റെ കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങളുടെ പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടൊന്നും അല്ല അവിടെ എവിക്ഷൻ നടക്കുന്നത്, അതെല്ലാം അവർ പ്ലാൻ ചെയ്തുള്ള എവിക്ഷൻ ആണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇത് പറഞ്ഞാൽ ആ മിലസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ കയറി നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ മൊത്തം കാണാം. ഒരു അരമണിക്കൂറോളം ഉണ്ട് ആ ഇന്റർവ്യൂ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കിടിലൻ ഫിറോസ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും വിശദീകരിച്ച് പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ഈ വിഷയമാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഫൈനലിനോട് അടുക്കുകയാണ്. ഫൈനലിനോട് അടുക്കുമ്പോഴും
ഇപ്പോഴും ഫാൻ ഫൈറ്റുകളൊക്കെ നല്ല മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബോംബ് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇതെന്തോ ആവുമെന്ന് അറിയില്ല. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഞെട്ടിക്കുക തന്നെ ചെയ്യും. എന്ന് വെച്ചാൽ പലരും വെളിയിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത് ഇതെല്ലാം പ്രീ പ്ലാനഡ് ആണ്, സ്ക്രിപ്റ്റഡ് ആണ്, ഇതെല്ലാം ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന ആള് ബിബിയുടെ അടുത്ത ആളാണ്, ബിബി ഇത്രയും പൈസ വാങ്ങിച്ചിട്ട് അതിന്റെ ക്രൂ മേക്കേഴ്സിന്റെ കുറെ പേര് ഇതിനകത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങുന്നുണ്ട് എന്നെല്ലാം നമ്മൾ കേട്ടതാണ്. പക്ഷെ അതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഫിറോസിന്റെ ഇന്റർവ്യൂ വന്നിരിക്കുന്നത്. എന്തായാലും ഇനി മുന്നോട്ടിനി ഇതിനെ പറ്റി ഈ ചർച്ചകൾ ഇനിയും മുന്നോട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ടിട്ട് പലരും ഇതിനെക്കുറിച്ച് ഇനി പഴയ കണ്ടസ്റ്റന്റ് ആയാലും പുതിയ കണ്ടസ്റ്റന്റ് ആയാലും ഇനി വെളി വരുന്നവരാണെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇടയുണ്ട്. എന്തായാലും നമുക്കിനി മുന്നോട്ട് നോക്കാം എന്താണെന്ന്. എന്തായാലും വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. വോട്ടിന് ഇതൊന്നും ഇല്ലെന്ന് പറയുന്നു, വോട്ട് നോക്കിയിട്ടല്ല എന്നൊക്കെ പറയുന്നു. ചിലപ്പം ഫൈനലിലേക്ക് വരുമ്പോൾ എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും വോട്ട് ചെയ്യുന്നവർ വോട്ട് ചെയ്യുക, വിശ്വസിക്കുന്നവർ വിശ്വസിക്കുക, വിശ്വസിക്കാതിരിക്കുന്നവർക്ക് വിശ്വസിക്കാതിരിക്കുക. ഇതെന്താണ് മുന്നോട്ടെന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയണം.